എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് എന്താന്ന് വെച്ചാൽ ബിരിയാണി തന്നെയാണ്. ഉച്ചയൂണ് തയ്യാറാക്കാന്ന് വെച്ചാൽ പലതരം ഡിഷുകൾ നമ്മൾ അതിന്റെ പുറകെ തന്നെ ഉണ്ടാക്കേണ്ടിയും വരും. ജോലിഭാരം കുറയ്ക്കാനായിട്ടും വരുന്ന ഗസ്റ്റുകൾക്ക് വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു വിടാനും ബിരിയാണി തന്നെയാണ് ഏതൊരു വീട്ടിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം പണിയൊന്നുമില്ല, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണി എങ്ങനെയാണ് ആർക്കും ഈസി ആയിട്ട് വീടുകളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ റോസ് ബ്രാൻഡിന്റെ 4 കപ്പ് ജീരകശാല കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നതിനായിട്ട് ഇതുപോലുള്ള അരി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടും. ഇനി നമുക്ക് ഈ അരി മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. ഞാനിന്ന് ഈ ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 800 ഗ്രാം അരിക്ക് 1/200 ഗ്രാം അളവിലുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് ഈ ചിക്കനെ ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 1/2 ഗ്ലാസോളം നല്ല കട്ട തൈര് കൂടെ ചേർക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ടും. ഇനിയിപ്പോൾ തൈരിന് പകരമായിട്ട് ഒരു നാരങ്ങാ നീരും ചേർക്കാവുന്നതാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവിലെ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെക്കാം. ഈ ഒരു രീതിയിൽ ചിക്കൻ നല്ല പോലെ മാരിനേറ്റ് ചെയ്ത് മസാല തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ചിക്കൻ കഴിക്കാൻ പറ്റുന്നതും. അങ്ങനെ ഒരു 2 മിനിറ്റ് നേരം കൈകൊണ്ട് നല്ല പോലെ കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചിക്കനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ചേരുവകൾ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, പകരമായിട്ടൊരു 15 പച്ചമുളകും ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയും 2 ബോൾ വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. എന്നും ഗ്രേവിക്കുള്ള മസാല തയ്യാറാക്കുമ്പോൾ ഇഞ്ചിയുടെ അളവ് കുറവായിരിക്കണം, വെളുത്തുള്ളിയാണ് കൂടുതൽ അളവിൽ എടുക്കേണ്ടതും. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ചതച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ബിരിയാണിയുടെ ഗാർണിഷിനായിട്ട് കുറച്ച് സവാള ഒന്ന് വറുത്ത് വെക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർക്കാം. ഞാനൊരു സവാളയാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. ഇനി പാനിൽ ഇട്ട് കൊടുത്ത് സവാള നല്ലതുപോലെ ഒന്ന് വെള്ളം വലിച്ചെടുക്കാം. സവാളയിലെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെയും വറുത്തെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാം അളവിലെ കാഷ്യൂസും 25 ഗ്രാം അളവിലെ റൈസിൻസും കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ സവാള ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്കൊരു തരി പോലും കരിയാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ ഗോൾഡൻ കളറിലേക്ക് ആയി വന്നു. ഇനി എണ്ണയിൽ നിന്ന് നമുക്കിതൊന്ന് കോരി മാറ്റാവുന്നതാണ്. സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് മുരിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്, 3 കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീഫ്, 5 കറയാമ്പൂ, ഒരു ചെറിയ തക്കോലം, ഒരു ചെറിയ ജാതിപത്രി കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മസാലകൾ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാളയാണ് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇതുപോലെ ഒന്ന് കളറൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ് ചതച്ച് ചേർക്കുന്നത്. ചതച്ച പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ നിന്നും ഒരു സ്പൂൺ അളവിൽ നമുക്കൊന്ന് മാറ്റിയും കൂടെ വെക്കണം. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന ചേരുവകളൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് നല്ല സ്വാദൊക്കെ കിട്ടുന്നതാണ്. സവാള വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഒരു 3 തക്കാളി കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന തക്കാളി ചെറുതാണെങ്കിൽ 4 എടുക്കാവുന്നതാണ്. മസാലകളൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് അരിയും ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താൻ വെക്കാവുന്നതാണ്. ഈ ഒരു പാകമാകുമ്പോഴായിരിക്കണം അരിയിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെച്ച് കൊടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി വന്നു. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കുവാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച മണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിലെ കുരുമുളക് പൊടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലെ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നല്ല പോലെ വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അങ്ങനെ മസാലകളും ചേർത്ത് നല്ല പോലെ മൂത്ത് പാകായി
വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ചിക്കൻ പീസുകൾ നല്ലപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുമ്പോൾ ചിക്കൻ പീസുകൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പീസുകൾ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വഴറ്റുന്ന ചിക്കനിലേക്ക് ധാരാളം വെള്ളവും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്ക് ചിക്കൻ പീസുകൾ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തക്കാളി കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ചിക്കന്റെ മൂടി തുറന്നിട്ട് അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും തക്കാളി പേസ്റ്റും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നല്ലപോലെ വഴറ്റി വരുമ്പോഴേക്കും ഈ ഒരു തക്കാളിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലതുപോലെ ചിക്കൻ കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ പീസുകളൊന്ന് വെന്ത് വരുന്നതിനായിട്ട് 1/2 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു പാല് ചേർത്ത് നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. പാലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ബിരിയാണി മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മസാല ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി അപ്പുറത്തെ അടുപ്പിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് റൈസിന്റെ പാചകം തുടങ്ങാം. റൈസ് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവില് ഓയിലും 2 സ്പൂൺ അളവില് നെയ്യും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കോലം, 5 കറിയാമ്പൂ, ഒരു ജാതിപത്രി, 3 കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീഫ്, 6 ഏലക്ക, 1/4 ടീസ്പൂൺ അളവില് സജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകവും. മസാലകൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവയെല്ലാം കൂട്ടി ചേർത്ത് നല്ലതുപോലെ വീണ്ടും ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നല്ലപോലെ മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി സവാള കൂടെ ചേർക്കാം. സവാളയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കട്ട് ചെയ്ത് കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു ചിക്കൻ ക്യൂബും 1 സ്പൂൺ അളവിലെ വിനാഗിരിയും ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതും. ഇനിയിപ്പോൾ വെള്ളം തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് നേരം അരി കുതിർത്തി അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ അരി ചേർക്കാം. അരിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് വെട്ടി തിളച്ചു വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് നമുക്ക് 2 കാര്യങ്ങൾ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു തുള്ളി പൈനാപ്പിൾ എസൻസും ഒരു തുള്ളി തന്നെ റോസ് വാട്ടറും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഒരു എസൻസ് ചേർക്കുമ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു സ്മെല്ലൊക്കെയാണ് നമ്മുടെ റൈസിന് കിട്ടുന്നതും. ഇനിയിപ്പോൾ എസൻസ് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയെ ഒന്ന് മൂടി വെക്കുവാണ്. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാലയും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം വറ്റി നല്ല പോലെ ഒന്ന് കുറുകിയ പാകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ അരിയിലെ വെള്ളം എല്ലാം വറ്റി വന്നു. ഇതേ ഒരു പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഒരു 2 മിനിറ്റത്തെ വേവും കൂടി നമ്മുടെ അരിക്കുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ദം ചെയ്യാൻ വെച്ച് കൊടുക്കണം. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം റൈസിന് ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. 1/4 ഭാഗം വേവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലൊരു ചെയ്യാനുള്ള ഒരു ബിരിയാണി ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവിയാണ് ചേർക്കുന്നത്. പകുതിയോളം ചിക്കൻ ഗ്രേവി നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് നമ്മൾ ദം ചെയ്ത് വെച്ചിരിക്കുന്ന 1/4 ഭാഗം വേവായ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പകുതി ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ അല്പം വെള്ളമൊക്കെ ഉണ്ടാകും. വീണ്ടും ചോറൊന്ന് കയ്യിൽ വെച്ചിട്ട് നിർത്തി കൊടുത്തതിന് ശേഷം ഇതിന്റെ മേലെയായിട്ട് വീണ്ടും മസാല നിർത്തി കൊടുക്കാം. മസാല ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് മസാലകളൊന്ന് റൈസിന്റെ മേലെയായിട്ട് ഒന്നുകൂടെ നിരത്തി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള റൈസ് കൂടെ ഇതിന്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് കൂടെ നിരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വായ വശം മൈദ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെയൊന്നും തന്നെ ചെയ്തെടുക്കുന്നില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു തരി പോലും ഇതിന്റെ ഗുണങ്ങളൊന്നും പുറത്തേക്ക് പോവില്ല. ഇനിയിപ്പോൾ ചോറ് നിർത്തി കഴിഞ്ഞാൽ അതിന്റെ മേലെയായിട്ട് 1/4 കപ്പ് പാല് ചേർത്ത് ഇതിന്റെ മേലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചേരുവകളും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന്റെ മുകളിൽ ഭാരവും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ദം ചെയ്തെടുത്ത ബിരിയാണി ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ തുറന്നു നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും
നല്ല സ്വാദോടുകൂടി തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതുമായ സിമ്പിൾ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിലുള്ള ചോറൊന്ന് വെട്ടി നിരത്തിയതിനു ശേഷം നമുക്ക് സെർവിംഗ് ബൗളിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ചൂടോടുകൂടി തന്നെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചൂടാറി വരുമ്പോഴേക്കും ബിരിയാണി ഒന്ന് കട്ടിയാകാനൊക്കെ സാധ്യത കൂടുതലാണ്. പീസുകളൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞ പാകമായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്വാദാണ്. ഇനിയിപ്പോൾ പാചകം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ഇത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.